ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom സെമസ്റ്റർ 3 ബിസിനസ് റെഗുലേഷൻസിലെ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് എന്നൊരു ചാപ്റ്ററാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലെ ഓഫർ എന്നൊരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫറിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. The term offer is defined under section 2A as when one person signifies to another his willingness to do or abstain from doing anything with a view to obtaining the assent of the other to such an act or abstinence he is urged to make a proposal. അപ്പോൾ സെഷൻ 2A പറയുന്ന ഒരു ഡെഫിനിഷനാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സൂചിപ്പിക്കുകയാണ്. വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ടു അനദർ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സൂചിപ്പിക്കുകയാണ് എന്ത്? ഹിസ് വില്ലിങ്നെസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ്. അപ്പോൾ ആ ഒരു കാര്യം ചെയ്യാൻ വില്ലിങ് ആണ്, വില്ലിങ്നെസ് ടു ഡു, അല്ലെങ്കിൽ എന്തല്ല, വില്ലിങ് അല്ല. ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ് എനിത്തിങ് എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാൻ വില്ലിങ് അല്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് ഒരു വ്യക്തിയോട് സൂചിപ്പിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദി അസെൻറ്റ് ഓഫ് ദി അതർ. എന്താണ് അതിൻ്റെ വ്യൂ? അതെന്ത് വ്യൂവോടെ അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തോടെയാണ് ചെയ്യുന്നത്? ഫോർ ഒബ്റ്റെയിനിങ് ദി അസെൻറ്റ് ഓഫ് ദി അതർ, മറ്റേ വ്യക്തിയുടെ അസെൻറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട്. അസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മതം നേടുന്നതിന് വേണ്ടി ഇത്തരത്തിൽ തൻ്റെ ഒരു വില്ലിങ്നെസ് അല്ലെങ്കിൽ ആബ്സ്റ്റെയിൻ കാണിക്കുന്നു. ഇത്തരം ഒരു ആക്ട് അല്ലെങ്കിൽ ആബ്സ്റ്റിനൻസിനെയാണ് നമ്മൾ പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓഫറിന് പകരം പ്രപ്പോസൽ എന്ന വാക്കായിരിക്കും ഉണ്ടാകുക. രണ്ടും സെയിം മീനിങ് തന്നെയാണ്, ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ കറക്റ്റായുള്ള മീനിങ് എങ്ങനെ പറയാം? നമുക്കറിയാം, അതിൻ്റെ പേര് പോലെ തന്നെ നമ്മളൊരു വ്യക്തിക്ക് ഒരു ഓഫർ കൊടുക്കുന്നു. ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നില്ല, ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാകാം, പബ്ലിക്കിനാകാം, ഒരു ഓഫർ കൊടുക്കുന്നു. അപ്പോൾ ആ ഓഫർ മറ്റേ വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു ഓഫർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെ പറയാം? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് സിഗ്നിഫൈ ചെയ്യാണ്, ഒരു കാര്യം ചെയ്യാൻ ഞാൻ വില്ലിങ് ആണ്, അല്ലെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അതിൻ്റെ വ്യൂ എന്താണ്? ടു ഒബ്റ്റെയിനിങ് ദി അസെൻറ്റ് ഓഫ് ദി അതർ, മറ്റേ വ്യക്തിയുടെ സമ്മതം വാങ്ങുന്നതിന് വേണ്ടി. ഇത്തരം ഒരു ആക്ട് അല്ലെങ്കിൽ ആബ്സ്റ്റിനൻസിനെയാണ് നമ്മൾ പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ എന്ന് വിളിക്കുന്നത്. ഇനി ഓഫറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 4 ടേംസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 ടേംസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഫസ്റ്റ് ടേം ആണ് ആരാണ് ഓഫറർ? ദ ഓഫറർ ഈസ് ദ പാർട്ടി ഹു മേക്സ് ദി ഓഫർ. നമുക്കറിയാം ആരാണ് ഓഫർ മുന്നോട്ട് വെച്ചത്, അയാളെയാണ് നമ്മൾ ഓഫറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദ പാർട്ടി ഹു മേക്സ് ദി ഓഫർ, ആരാണോ ഓഫർ വെച്ചത് അല്ലെങ്കിൽ ഓഫർ മേക്ക് ചെയ്തത് അവരെയാണ് നമ്മൾ ഓഫറർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും ഓഫറി? ദ പേഴ്സൺ ടു whom it is made is known as ഓഫറി. അതായത് ആർക്കാണോ നമ്മൾ ആ ഓഫർ കൊടുത്തത്, ആർക്കാണ് നമ്മൾ ആ ഓഫർ കൊടുത്തത് അവരെയാണ് നമ്മൾ ഓഫറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഓഫറിക്ക് വേണമെങ്കിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. അതിനുള്ള രണ്ടിനുള്ള റൈറ്റ് അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ ആർക്കാണോ ഓഫർ കൊടുത്തത് അവരെയാണ് നമ്മൾ ഓഫറി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ 2 ടേംസും ക്ലിയർ ആയിട്ട് നോക്കാം. അടുത്ത 2 ടേമുകളാണ് പ്രോമിസറും പ്രോമിസിങ്. അപ്പോൾ ആരാണ് പ്രോമിസർ? പേഴ്സൺ മേക്കിംഗ് ദ പ്രപ്പോസൽ ഈസ് കാൾഡ് ദ പ്രോമിസർ. നമ്മുടെ ഓഫറർ പോലെ തന്നെ സെയിം മീനിങ് തന്നെ. ആരാണോ പ്രപ്പോസൽ ഉണ്ടാക്കിയത് ആ വ്യക്തിയാണ് നമ്മൾ പ്രോമിസർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പ്രോമിസി ആരായിരിക്കും? ദ പേഴ്സൺ അക്സെപ്റ്റിംഗ് ദി പ്രപ്പോസൽ ഈസ് കാൾഡ് ദ പ്രോമിസി. അല്ലേ, ആർക്കാണോ പ്രപ്പോസൽ അയച്ചത് അവരൊരിക്കലും പ്രോമിസി ആവില്ല. പക്ഷേ ആ വ്യക്തി ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്താൽ, ആ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്താൽ, അത് സ്വീകരിച്ചാൽ അയാളെ നമ്മൾ പ്രോമിസി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ 4 ടേംസും പഠിക്കുക. ഓഫറും പ്രോമിസറൊക്കെ സെയിം മീനിങ് തന്നെയാണ്. അപ്പോൾ ആരാണോ ഓഫർ വെച്ചത് അയാളെ ഓഫറർ എന്ന് വിളിക്കുന്നു. ആർക്കാണ് ഓഫർ കൊടുത്തത് അവരാണ് ഓഫറി. ഇനി പ്രപ്പോസൽ ആര് മേക്ക് ചെയ്തു അവരാണ് പ്രോമിസർ. ആ പ്രപ്പോസൽ അല്ലെങ്കിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്താൽ ആ അക്സെപ്റ്റ് ചെയ്ത പേഴ്സണെ നമ്മൾ പ്രോമിസി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് ഓഫറുമായി അല്ലെങ്കിൽ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട 4 ഇമ്പോർട്ടൻറ്റ് ടേംസാണ്. അപ്പോൾ നിങ്ങളിത് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓർ ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ. അപ്പോൾ ഒരു ഓഫർ വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് ചില ലീഗൽ റൂൾസ് അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വാലിഡ് ഓഫർ ആവാൻ വേണ്ട എസെൻഷ്യൽസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇവിടെ ഒരു 7 പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 7 പോയിൻറ്റ്സും നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ പോയിൻ്റ് ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ വേർഡ്സിൽ കൊടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ്
പോയിന്റ് എന്താണ്? ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു വാലിഡ് ഓഫർ ആവണമെന്നുണ്ടെങ്കിൽ ഓഫററും ഓഫറിയും തമ്മിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോൾ അവർ തമ്മിൽ എന്തുണ്ടാവണം? ഒരു ലീഗൽ റിലേഷൻഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഒരു നിയമപരമായ ബന്ധം അവിടെ ഉണ്ടായിരിക്കണം. അതായത് രണ്ട് പാർട്ടീസിനും ഒരു ലീഗൽ ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം. അതിനെയാണ് ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വാലിഡ് ഓഫർ ആവണമെന്നുണ്ടെങ്കിൽ ഓഫററും ഓഫറിയും തമ്മിൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, ദ ടേംസ് ഓഫ് ദി ഓഫർ മസ്റ്റ് ബി ഡെഫിനിറ്റ്, സെർട്ടൈൻ ആൻഡ് നോട്ട് വാഗ്യൂ. അപ്പോൾ എന്തൊക്കെയാണ് ഓഫറിലുള്ള ടേംസ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഓഫറിലുള്ള ടേംസ് എന്നത് അവിടെ ഡെഫിനിറ്റ് ആയിരിക്കണം, സെർട്ടൈൻ ആയിരിക്കണം, ആൻഡ് നോട്ട് വാഗ്യൂ. അപ്പോൾ നോട്ട് വാഗ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവ്യക്തമാവരുത് അല്ലേ, വ്യക്തമല്ലാതിരിക്കരുത്. എന്താണെന്ന് അവിടെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിരിക്കണം. എന്ത് ഓഫറാണ് വെക്കുന്നത്, അതിലുള്ള ടേംസ് എന്തൊക്കെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ടും ഡെഫിനിറ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ടാകണം. അതാണ് ദ ടേംസ് ഓഫ് ദി ഓഫർ മസ്റ്റ് ബി ഡെഫിനിറ്റ്, സെർട്ടൈൻ ആൻഡ് നോട്ട് വാഗ്യൂ. അവ്യക്തമായതൊന്നും ഒരു ടേമും ഉണ്ടാവരുത്. എല്ലാ കാര്യങ്ങളും, എല്ലാ ടേംസും വ്യക്തവും കൃത്യവുമായിട്ട് ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ്, ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ ഓഫറി. അപ്പോൾ എന്ത് ഓഫറാണ് വെക്കുന്നതെന്ന് അത് ഓഫറിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ആർക്കാണോ നമ്മൾ ഓഫർ എടുക്കുന്നത് അവരെയാണോ ഓഫറി എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ഓഫറാണ് വെക്കുന്നതെന്ന് അത് കൃത്യമായിട്ട് ആ ഓഫറിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ ത്രൂ ഒരു ഓഫർ ലെറ്റർ വെച്ചിട്ടാകാം, അങ്ങനെ എന്ത് മുഖേനയും ആകാം, ആ ഓഫറിയുടെ അടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം. അടുത്ത പോയിന്റ്, ഓഫർ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദി അസെൻറ്റ് ഓഫ് ദി അതർ. നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞ പോയിന്റാണ്. എന്തിനാണ് ഓഫർ വെക്കുന്നത്? ഫോർ ഒബ്റ്റെയിനിങ് ദി അസെൻറ്റ് ഓഫ് ദി അതർ. മറ്റേ വ്യക്തിയുടെ സമ്മതം നേടുന്നതിന് വേണ്ടി. അസെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അനുവാദം അല്ലെങ്കിൽ സമ്മതം. അപ്പോൾ മറ്റേ വ്യക്തിയുടെ, ആർക്കാണോ ഓഫർ വെച്ചത്, ആർക്കാണോ കൊടുത്തത്, അവരുടെ സമ്മതം വാങ്ങുന്നതിന് വേണ്ടി, അസെൻറ്റ് വാങ്ങുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ഓഫർ മേക്ക് ചെയ്യുന്നത്, ഓഫർ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത പോയിന്റ്, ഓഫർ മേ ബി കണ്ടീഷണൽ. ചില ഓഫറുകളൊക്കെ എന്താണ്? കണ്ടീഷണൽ ആയിരിക്കും അല്ലേ, അതിൻ്റെ പേര് പോലെ തന്നെ അതിൽ ചില കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടി. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉടമ നമുക്ക് ജോലി കിട്ടുകയല്ല, നമ്മൾക്കൊരു ജോലി തരാമെന്ന് പറയുന്നു, ഒരു ഓഫർ വയ്ക്കുന്നു. പക്ഷേ ആ ഉടമ പറയുകയാണ്, നിങ്ങൾ കറക്റ്റ് 9:30 ഇവിടെ റിപ്പോർട്ട് ചെയ്യണം, സ്ഥാപനത്തിൽ വരണം, നിങ്ങൾ കറക്റ്റായിട്ട് യൂണിഫോം വെയർ ചെയ്യണം, യൂണിഫോം ധരിക്കണം, 5:30 ആയിട്ടേ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ആ ഓഫറിൽ, ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ ആ ഓഫറിൽ വെച്ചിട്ടുള്ള കണ്ടീഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ഓഫറുകളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓഫർ മേ ബി കണ്ടീഷണൽ. ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ഓഫറുകളും ഉണ്ടാകാം. അടുത്ത പോയിന്റ്, ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ compliance of which may be assumed to amount to acceptance. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഒരു ഓഫർ കൊടുത്തു, എന്നിട്ട് പറയുകയാണ്, എനിക്കിതിന് റിപ്ലൈ ഒന്നും തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതിന് മറുപടി ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ ഈ ഓഫർ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കരുതപ്പെടും, ഇങ്ങനെ ഞാൻ കരുതും, അസ്യൂം ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്താക്കാൻ കഴിയില്ല, ഒരു വാലിഡ് ഓഫറായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അതായത് കുറച്ചുകൂടി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റിൽ പറയുന്നൊരു ഓഫറാണ്. ഇപ്പോൾ എ എന്നൊരു വ്യക്തി ബി എന്നൊരു വ്യക്തിക്ക് എഴുതുകയാണ്, ഞാൻ എൻ്റെ ബജാജ് സ്കൂട്ടർ 23,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാം. നിങ്ങളിതിന് മറുപടി ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഇതിന് റിപ്ലൈ ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കരുതും, ഞാൻ അസ്യൂം ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു വാലിഡ് ഓഫറായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പം ഒരാൾ ഓഫർ കൊടുത്തു, മറ്റേ വ്യക്തി അതിന് മറുപടി ഒന്നും നൽകിയിട്ടില്ലെങ്കിൽ, റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, അത് അക്സെപ്റ്റ് ചെയ്തതായിട്ട് ഈ ഓഫർ കൊടുത്ത വ്യക്തിക്ക് കരുതാനൊന്നും കഴിയില്ല. അപ്പോൾ അങ്ങനെ അസ്യൂം ചെയ്യുക, കരുതപ്പെടുക, അങ്ങനെയുള്ളൊരു ടേംസ് ഒന്നും നമുക്കൊരു ഓഫറിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, അസ്യൂംഡ് എന്നുള്ളൊരു ടേമൊന്നും നമ്മൾക്ക് ഓഫറിൽ കൊടുക്കാൻ കഴിയില്ല. നമുക്കിപ്പം ഒരു വ്യക്തിക്ക് ഒരു ഓഫർ കൊടുത്തപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അയാൾ ഒരു മറുപടിയും പറഞ്ഞില്ല എന്ന് കരുതി ആ ഓഫർ അയാൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് നമുക്ക് കരുതാനൊന്നും കഴിയില്ല. അങ്ങനെ അസ്യൂം ചെയ്യലൊന്നും ഒരു വാലിഡ് ഓഫറിൽ ഉണ്ടാകില്ല. അപ്പോൾ അതിനെ നമുക്കൊരു വാലിഡ് ഓഫറായിട്ട് കണക്കാക്കാൻ കഴിയില്ല. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. നമ്മളൊരു ഓഫർ വേണ്ടി ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു, ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഓഫറായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു ഇൻവിറ്റേഷൻ, ഒരു ക്ഷണം നൽകിയെന്ന് കരുതി അതിനെ നമുക്ക് ഒരു വാലിഡ് ഓഫറായിട്ട് കണക്കാക്കാൻ പറ്റില്ല.
അതിനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാമല്ലേ 7% ഓഫർ, 8% ഓഫർ എന്തെങ്കിലുമൊക്കെ പ്രോഡക്ട്സിന്, മൊബൈൽ ഫോണിന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിനൊക്കെ 10% ഓഫർ, 25,000 അങ്ങനെ ഒരു സ്പെസിഫിക് റേറ്റിലുണ്ട്. ഓഫർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നെ കാണാമല്ലേ, ന്യൂസ് പേപ്പറിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടാവും ഓഫർ എന്ന് പറഞ്ഞിട്ട് 25% ഓഫർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു ഇൻവിറ്റേഷനാണ്, ഒരു ഇന്ന ഓഫർ ഉണ്ടെന്ന് കരുതിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷനാണ്. അപ്പോൾ ഇത് ഒരു വാലിഡ് ഓഫറായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഈസ് നോട്ട് കൺസിഡേർഡ് ആസ് ആൻ ഓഫർ. ഒരു ഓഫർ ഇൻവിറ്റേഷൻ കൊടുത്തു എന്ന് കരുതിയിട്ട് അതിനൊരു വാലിഡ് ഓഫറായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ ഇത്രയാണ് എസെൻഷ്യൽസ് ഓർ ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ. ഇത്രയും കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്തെങ്കിൽ മാത്രമേ അതൊരു വാലിഡ് ഓഫർ ആവുള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഓഫറും ഓഫറിയും തമ്മിലൊരു ലീഗൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകണം. എന്താണ് ഓഫർ എന്ന് ഡെഫിനിറ്റ്, സെർട്ടൻ ആൻഡ് നോട്ട് വാഗ്യൂ, അവ്യക്തമായിട്ടല്ല ഉണ്ടാവേണ്ടത്, കൃത്യവും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്തൊക്കെയാണ് ഓഫറിലുള്ള ടേംസ് എന്ന്. അതുപോലെ എന്താണ് ഓഫർ എന്ന് ഓഫറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം. ഓഫർ എന്തിനാണ് വെക്കുന്നത്? മറ്റേ വ്യക്തിയുടെ അസെൻറ്റ് വാങ്ങുന്നതിന്, അനുവാദം വാങ്ങുന്നതിന് വേണ്ടിയായിരിക്കണം. ഓഫർ മേ ബി കണ്ടീഷണൽ, ഓഫറിൽ പലതരത്തിലുള്ള കണ്ടീഷൻസ് വെക്കാം. അതുപോലെ അസ്യൂംഡ് എന്നുള്ളൊരു ടേമൊന്നും ഓഫറിൽ ഉപയോഗിക്കാൻ കഴിയില്ല. കരുതപ്പെടുന്നു എന്നുള്ള ഒരു ഓഫറൊന്നും വെച്ചാൽ അത് വാലിഡ് ഓഫർ ആവില്ല. അതുപോലെ ഒരു ഓഫർ ഇൻവിറ്റേഷൻ നൽകിയാൽ അതൊരിക്കലും ഒരു വാലിഡ് ഓഫർ ആവുന്നില്ല. അപ്പോൾ ഇത്രയാണ് എസെൻഷ്യൽസ് ഓർ ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഫർ. അപ്പോൾ ഓഫറിന് പ്രധാനമായിട്ടും 3 ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓൺ ദി ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ, ഓൺ ദി ബേസിസ് ഓഫ് ഓഫറീസ്, ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഓഫർ. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഓൺ ദി ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ, എക്സ്പ്രസ് ഓഫറും ഇംപ്ലൈഡ് ഓഫറും. ഇത് നമ്മൾ കോൺട്രാക്റ്റിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ കാര്യം തന്നെയാണ്. എക്സ്പ്രസ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിട്ടേൺ രൂപത്തിൽ അല്ലെങ്കിൽ സ്പോക്കൺ വേർഡ്സ് ആയിട്ട് ഒരു ഓഫർ നടത്തിയാൽ അതിനെയാണ് എക്സ്പ്രസ് ഓഫർ എന്ന് വിളിക്കുന്നത്. ഇംപ്ലൈഡ് ഓഫറോ ഇത്തരത്തിൽ റിട്ടേൺ രൂപത്തിലോ സ്പോക്കൺ വേർഡ്സ് ഒന്നും അല്ലാതെ നടത്തുന്ന ഓഫറാണ് ഇംപ്ലൈഡ് ഓഫർ. ഓൺ ദി ബേസിസ് ഓഫ് ഓഫർ ഈസ് ജനറൽ ഓഫറും സ്പെസിഫിക് ഓഫറും. നമ്മൾ മൊത്തത്തിൽ ഒരു ജനറൽ പബ്ലിക്കിനാണ് ഓഫർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്, മൊത്തത്തിൽ ജനറലായിട്ട് കൊടുക്കുന്ന ഓഫർ. എന്നാൽ സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പേഴ്സണ് മാത്രമായിട്ട് കൊടുക്കുന്ന ഓഫർ, ഒരു സ്പെസിഫിക് വ്യക്തിക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥാപനത്തിന് മാത്രമായിട്ട് കൊടുക്കുന്ന ഓഫറാണ് സ്പെസിഫിക് ഓഫർ. മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഓഫർ. അതിൽ വരുന്നത് ക്രോസ് ഓഫർ, സ്റ്റാൻഡിങ് ഓഫർ ഓർ ഓപ്പൺ ഓഫർ ആൻഡ് കൗണ്ടർ ഓഫർ. അപ്പോൾ ഇത് 3 എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് ക്രോസ് ഓഫർ. when 2 parties make identical offers to each other in ignorance of each other's offer. ഇവിടെ എന്താണെന്ന് വെച്ചാൽ 2 വ്യക്തികൾ ഒരേ സമയം ഒരേ ഓഫർ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നു. ഇതിനെയാണ് ക്രോസ് ഓഫർ എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പോൾ എ എന്നൊരു വ്യക്തി ബി എന്ന വ്യക്തിക്ക് തൻ്റെ ബൈക്ക് 50,000 രൂപയ്ക്ക് വിൽക്കാമെന്ന് ഒരു മെയിൽ അയക്കുന്നു. അപ്പോൾ ഈ മെയിൽ കാണാതെ ബി എന്ന വ്യക്തി എ എന്ന വ്യക്തിക്ക് തിരിച്ചൊരു മെയിൽ അയച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ബൈക്ക് 50,000 രൂപയ്ക്ക് വാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ബി എക്ക് തിരിച്ചു ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേരും പരസ്പരം അറിയാതെയാണ് ഇങ്ങനെ അയക്കുന്നത്. അപ്പോൾ 2 പേരും പരസ്പരം അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഓഫർ വയ്ക്കുന്നു. അതിൽ ടേംസ്, എമൗണ്ട്, കാര്യങ്ങളെല്ലാം സെയിം ആണ്. ഒരേ സമയം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ഇനി അക്സെപ്റ്റൻസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ, ഓൾറെഡി അക്സെപ്റ്റഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഈ പൈസയ്ക്ക് തന്നെ ഞാനിത് വാങ്ങാൻ തയ്യാറാണെന്ന് തിരിച്ചൊരു മെയിൽ വന്നത്, ആ ഓഫർ കാണാതെ തന്നെ. അപ്പോൾ ഇങ്ങനെ അറിയാതെ, പരസ്പരം അറിയാതെ സെയിം ഓഫർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ ക്രോസ് ഓഫർ എന്ന് വിളിക്കുന്നത്. അടുത്തതാണ് സ്റ്റാൻഡിങ് ഓഫർ ഓർ ഓപ്പൺ ഓഫർ. Offers made for the continuous supply of a certain article at a certain rate over a definite period of time. അപ്പോൾ സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ എന്നൊക്കെ പറയുമ്പം അത് കൂടുതലും ഈ ബിസിനസ് സ്ഥാപനങ്ങളിൽ അവിടേക്കാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. അതിനും ഇതുപോലെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ ഒരു സ്ഥാപനം ഒരു സ്റ്റേഷനറി വിതരണക്കാരനോട് പോയിട്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്കുള്ള സ്റ്റേഷനറീസൊക്കെ സപ്ലൈ ചെയ്യണം, അടുത്ത ഒരു വർഷത്തേക്ക് സപ്ലൈ ചെയ്യണം. അതിന് കറക്റ്റ് ടേംസ് എല്ലാം അവിടെ പറയുന്നുണ്ട്. എത്ര എമൗണ്ടിലാണ് വേണ്ടത്, അതിൻ്റെ എമൗണ്ട് എത്രയാണ്, എത്ര വർഷത്തേക്കാണ്, ആ ടൈം പീരീഡ് എല്ലാം അവിടെ ഡെഫിനിറ്റായിട്ട് ക്ലിയറായിട്ട് വ്യക്തമായിട്ടും കൃത്യമായിട്ടും അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വർഷത്തേക്ക് നിങ്ങൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്കുള്ള സ്റ്റേഷനറി ഐറ്റംസ്, പേപ്പേഴ്സ് ഇത്ര, പെൻ ഇത്ര, ഫോൾഡേഴ്സ് ഇത്ര, ഇങ്ങനെ അയക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതെന്താണ്? ഒരു സ്റ്റാൻഡിങ്
സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫറാണ്. അപ്പോൾ ഈ വിതരണക്കാരൻ ആ ഓഫർ സ്വീകരിക്കുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് കരുതാം. അപ്പോൾ എന്താണ്, ഈ സ്ഥാപനത്തിന് ആവശ്യമുള്ളപ്പോഴെല്ലാം ആ പീരീഡ് എത്രയാണ്, ഇപ്പോൾ 1 വർഷത്തേക്ക് എന്നാണ് ആ പീരീഡ് പറഞ്ഞെങ്കിൽ ആ 1 വർഷത്തേക്ക് ഈ ഓഫീസിലേക്കുള്ള സ്റ്റേഷനറി ഐറ്റംസ് ആര് കൊടുക്കണം, ഈ വിതരണക്കാരൻ കൊടുക്കണം, ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിൽ വെക്കുന്ന ഒരു ഓഫർ ഓപ്പൺ ഓഫർ എന്ന് പറയാം. ഇത്തരത്തിലൊരു ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു സെർട്ടൈൻ റേറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് സപ്ലൈ ആണല്ലോ ഇവിടെ നടക്കുന്നത്. ആ ഗുഡ്സ് കറക്റ്റായിട്ട് ഗുഡ്സ് ഓർ സർവീസിലൊക്കെയാണ് നമ്മൾ സാധാരണ ഈ ഒരു ഓഫർ കാണാറ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ സപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എ സെർട്ടൈൻ ആർട്ടിക്കിൾ അറ്റ് എ സെർട്ടൈൻ റേറ്റ് ഓവർ എ ഡെഫിനറ്റ് പീരീഡ് ഓഫ് ടൈം, കറക്റ്റായുള്ള ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് കറക്റ്റായുള്ള റേറ്റിൽ എല്ലാ ടേംസും പറഞ്ഞുകൊണ്ട് ഇത്രയും ഗുഡ്സ് സപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓഫറിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ എന്ന് വിളിക്കുന്നത്. അടുത്ത ലാസ്റ്റ് വണ്ണാണ് കൗണ്ടർ ഓഫർ. വെൻ ആൻ ഒറിജിനൽ ഓഫർ ഈസ് റിജക്റ്റഡ് ആൻഡ് എ ന്യൂ ഓഫർ ഈസ് മെയ്ഡ്. ഇവിടെ ഒരു ഒറിജിനൽ ഓഫർ റിജക്റ്റ് ചെയ്തുകൊണ്ട് പിന്നീട് നൽകുന്ന ഒരു ഓഫർ, പിന്നീട് ഉണ്ടാവുന്ന ഒരു ഓഫറിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് വിളിക്കുന്നത്. അതായത് എ എന്നൊരു വ്യക്തി ബി എന്ന വ്യക്തിയോട് പറയുകയാണ്, ഒരു ഓഫർ കൊടുക്കുകയാണ്, ഈ കാറ് നിങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാം എന്ന് പറഞ്ഞ് ഒരു ഓഫർ കൊടുത്തു. അപ്പോൾ അതാണ് നിലവിൽ അവിടെയുള്ള ഓഫർ. അതിനെ നമുക്ക് ഒറിജിനൽ ഓഫർ എന്ന് വിളിക്കാം. അപ്പോൾ ബി എന്ന വ്യക്തി ഇതിൽ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണം. അതായത് 5 ലക്ഷത്തിന് ഈ കാറ് വാങ്ങാൻ തയ്യാറല്ല. അപ്പോൾ അയാൾ തിരിച്ച് ഇങ്ങോട്ടൊരു ഓഫർ കൊടുക്കുകയാണ്, 4,50,000 ഞാൻ ഈ കാറ് വാങ്ങാമെന്ന് തിരിച്ചൊരു ഓഫർ കൊടുക്കുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഓഫർ ഉണ്ടല്ലോ, നമ്മുടെ ഒറിജിനൽ ഓഫർ, അതെന്തായി, അതവിടെ റിജക്റ്റായി. ഇപ്പോൾ വാല്യൂ ഉള്ളത് അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഓഫർ ഏതാണ്, രണ്ടാമത് നൽകിയ ഓഫറാണ് ഇപ്പോൾ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ ഈ ആദ്യത്തെ ഒറിജിനൽ ഓഫർ അവിടെ റിജക്റ്റായി, പുതിയൊരു ഓഫർ അവിടെ ഉണ്ടായി. അപ്പോൾ ഈ രണ്ടാമത് വന്ന ഒരു ഓഫർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഓൺ ദി ബേസിസ് ഓഫ് നാച്ചർ ഓഫ് ഓഫറിൽ വരുന്നത്. ക്രോസ് ഓഫർ, സ്റ്റാൻഡിങ് ഓഫർ ഓർ ഓപ്പൺ ഓഫർ, കൗണ്ടർ ഓഫർ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഫർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും എസ്സേ സെഷനിലൊക്കെ ചോദിക്കാം. അപ്പോൾ നിങ്ങളിത് ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടോപ്പിക്കിൽ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ്, റിവോക്കേഷൻ ഓഫ് ആൻ ഓഫർ ഓർ വെൻ ഡസ് ആൻ ഓഫർ കംസ് ടു ആൻ എൻഡ്. എപ്പോഴാണ് ഒരു ഓഫറിന് റിവോക്കേഷൻ സംഭവിക്കുന്നത്, അതായത് ആ ഓഫർ എപ്പോഴാണ് അവസാനിക്കുന്നത്. ഫസ്റ്റ് വൺ, ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. ഒരു റിവോക്കേഷൻ നോട്ടീസ് അയക്കുന്നതിലൂടെ ഒരു ഓഫർ അവസാനിക്കാം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ്, എൻ്റെ ലാപ്ടോപ്പ് ഞാൻ നിനക്ക് 25,000 രൂപയ്ക്ക് വിൽക്കാം എന്ന് ഒരു മെയിൽ അയക്കുകയാണ്. അപ്പോൾ ബി എന്ന വ്യക്തി ആ മെയിൽ കാണുന്നില്ല, അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ ലാപ്ടോപ്പ് വിൽക്കണ്ട എന്ന് തോന്നുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാണ്, വേറൊരു റിവോക്കേഷൻ മെയിൽ അയക്കുകയാണ്, എന്താ, എൻ്റെ ലാപ്ടോപ്പ് ഞാനിപ്പം വിൽക്കുന്നില്ല എന്ന് ഒരു റിവോക്കേഷൻ മെയിൽ അയക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു റിവോക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ, ഒരു നോട്ടീസ് ഓഫ് റിവോക്കേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി ഒരു ഓഫർ അവസാനിക്കാം. അടുത്തതാണ് ബൈ ലാപ്സ് ഓഫ് ടൈം. ഇപ്പോൾ ഒരു ഓഫർ വെച്ചത് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്കാണെന്ന് വിചാരിക്കുക. അതായത് ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വന്ന് ഈ ഓഫർ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈം അവിടെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ വേണം എന്നൊരു ടൈം അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓഫർ അവിടെ അവസാനിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാം എന്നാണ് ഓഫർ വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 30 ദിവസം കഴിഞ്ഞ് വന്നാൽ പിന്നെ അത് ആ ഓഫർ ഉണ്ടാവില്ല. ആ 30 ദിവസം മാത്രമേ ആ ഓഫറിന് കാലാവധി ഉള്ളൂ. അപ്പോൾ ബൈ ലാപ്സ് ഓഫ് ടൈം എന്ന് പറയുന്നതാണ് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ഓഫർ വെച്ചിട്ടുള്ളതെങ്കിൽ ആ പീരീഡിനുള്ളിൽ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഓഫർ അവിടെ അവസാനിക്കും. അടുത്തത് ബൈ ദ ഫെയിലിയർ ഓഫ് ദ അക്സെപ്റ്റർ ടു ഫുൾഫിൽ എ കണ്ടീഷൻ പ്രസിഡൻറ്റ് ടു ദ അക്സെപ്റ്റൻസ്. അതായത് ഇവിടെ ഓഫറർ ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് നമ്മുടെ അക്സെപ്റ്റർക്ക്, ആർക്കാണോ ഓഫർ വെച്ചത് അയാൾക്ക്, ആ വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഓഫർ അവസാനിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിക്ക് ഒരു ഓഫർ കൊടുക്കുകയാണ്, എൻ്റെ ഫ്ലാറ്റ് ഞാൻ 70 ലക്ഷം രൂപയ്ക്ക് നിനക്ക് വിൽക്കാം. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ വെക്കുകയാണ്. എന്താണ് ആ കണ്ടീഷൻ? 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നിനക്ക് ഒരു 50 ലക്ഷം രൂപ ബാങ്ക് ലോണ് കിട്ടണം. 30 ദിവസത്തിനുള്ളിൽ ഈ ഒരു 50 ലക്ഷം രൂപ നീ ബാങ്ക് ലോണായിട്ട് എടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ഈ ഒരു ഓഫർ പ്രകാരം എൻ്റെ ഫ്ലാറ്റ് നിനക്ക് തരുള്ളൂ എന്ന് പറയണം. അപ്പോൾ ബി ഈ ഒരു 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു ബാങ്ക് ലോൺ എടുത്താൽ ബിക്ക് ഈ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ബിക്ക് ഈ ഒരു ബാങ്ക് ലോൺ എടുക്കാൻ കഴിയുന്നില്ല, എത്രയും എമൗണ്ടിൻ്റെ
ബാങ്ക് ലോൺ എടുക്കാൻ കഴിയുന്നില്ല, അയാൾ അതിൽ ഫെയിലിയറായി, ആ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നതിൽ അയാൾ ഫെയിലിയറായി എന്നുണ്ടെങ്കിൽ ആ ഓഫർ അവിടെ അവസാനിച്ചു. അങ്ങനെ ഇത്തരത്തിലൊരു ഓഫർ വെക്കുന്ന വ്യക്തി എന്തെങ്കിലും ഒരു കണ്ടീഷൻ വെക്കുന്നു, പക്ഷെ അത് ആ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ ഓഫർക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്ക് അക്സെപ്റ്റർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്, ആ ഓഫർ അവിടെ അവസാനിക്കും. അടുത്തത് ബൈ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദി പ്രപ്പോസർ. അപ്പോൾ ഓഫർ വെച്ച ആളെയാണ് നമ്മൾ പ്രപ്പോസർ എന്ന് വിളിക്കുക. അപ്പോൾ ഓഫറർ, അപ്പോൾ ഈ ഓഫറർ അല്ലെങ്കിൽ പ്രപ്പോസർ മരണപ്പെടുകയാണ്. ഓഫർ വെച്ച ശേഷം അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അയാൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ അയാൾ ഇൻസെയിൻ ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്, ബുദ്ധിസ്ഥിരത ഇല്ലാതാവുക അല്ലേ. അപ്പം അങ്ങനെ ഇൻസെയിൻ ആയി എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ എന്താണ്, ആ ഓഫർ അവിടെ അവസാനിക്കുക. അപ്പോൾ ബൈ ദ ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് ദി പ്രപ്പോസർ. നെക്സ്റ്റ് ബൈ കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു ഒറിജിനൽ ഓഫർ വെച്ചിട്ട് പിന്നെ വീണ്ടും ആ ഒറിജിനൽ ഓഫർ അവിടെ ഇല്ലാതായി, ടെർമിനേറ്റായി, പകരം പുതിയൊരു ഓഫർ വന്നു. അപ്പോൾ ഇത്തരത്തിലൊരു കൗണ്ടർ ഓഫർ വയ്ക്കുമ്പം എന്താണ്, മറ്റേ ഓഫർ അവിടെ എന്താവുന്നു, ഇല്ലാതാവുന്നു, ഒറിജിനൽ ഓഫർ അവിടെ ഇല്ലാതാവുന്നു. അപ്പോൾ ഒരു കൗണ്ടർ ഓഫർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോഴും ഒരു ഓഫർ അവിടെ ഇല്ലാതാവുന്നുണ്ട്. അടുത്തത് ബൈ റിജക്ഷൻ. ഇത് സിമ്പിളാണ്, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ. നമ്മളൊരു ഓഫർ വെച്ചു, അപ്പോൾ മറ്റേ വ്യക്തി ആ ഓഫർ സ്വീകരിച്ചില്ല, അക്സെപ്റ്റ് ചെയ്തില്ല, റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്, ആ ഓഫർ അവിടെ അവസാനിച്ചു. അപ്പോൾ ഇതും ഓഫർ റിവോക്കേഷൻ ആവുന്നതിനുള്ള എക്സാമ്പിളാണ്. ഈ ലാസ്റ്റ് വണ്ണാണ് ആൻ ഓഫർ ലാപ്സസ് ബൈ സബ്സിക്വൻറ്റ് ഇല്ലീഗാലിറ്റി ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അപ്പോൾ അത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ എ എന്നൊരു വ്യക്തി ബി എന്ന വ്യക്തിക്ക് ഒരു പ്രത്യേകതരം ഫിഷിനെ വിൽക്കാം എന്നൊരു ഓഫർ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഓഫർ കൊടുത്തതിന് ശേഷം പുതിയൊരു നിയമം വരികയാണ്. അത്തരത്തിലുള്ള ഫിഷുകളെ, അത്തരത്തിലുള്ള മത്സ്യങ്ങളെ വിൽക്കാൻ പാടില്ല എന്നൊരു റൂൾ വന്നു. അപ്പോൾ ഇനി എ എന്ന വ്യക്തിക്ക് ആ ഒരു ഫിഷിനെ വിൽക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ബിക്ക് ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യാനും കഴിയില്ല, കാരണം അത് ഇനി വാങ്ങാനോ വിൽക്കാനോ പാടില്ല എന്നൊരു നിയമം വന്നു. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇനി അതിനെ വിറ്റ് കഴിഞ്ഞാൽ അതെന്താകും, ഇല്ലീഗലാവില്ല. അപ്പോൾ ആ ഓഫർ തന്നെ എന്തായി മാറി, ഇല്ലീഗലായി മാറി. അപ്പോൾ ഇങ്ങനെ ഇല്ലീഗലാവുന്ന സമയത്ത് ആ ഓഫർ എന്താകും, അതവിടെ ഇല്ലാതാവണം, അതിനവിടെ റിവോക്കേഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ഓഫർ വെച്ചു, പക്ഷെ അത് പിന്നീട് ഇല്ലീഗലായി മാറി എന്നുണ്ടെങ്കിൽ അതിനെന്ത് സംഭവിക്കും, റിവോക്കേഷൻ സംഭവിക്കും. അതുപോലെ വേറൊരു എക്സാമ്പിളാണ് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. അതായത് ഇപ്പം എ എന്നൊരു വ്യക്തി തൻ്റെ കയ്യിലുള്ള ഒരു ആൻറ്റിക് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ വേസ് അത് ബി എന്ന വ്യക്തിക്ക് വിൽക്കാമെന്ന് ഓഫർ കൊടുക്കുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ വേസാണ്. അപ്പോൾ അത് ബിക്ക് വിൽക്കാമെന്നൊരു ഓഫർ കൊടുത്തു. പക്ഷേ അത് ബിക്ക് വിൽക്കുന്നതിന് മുൻപ് തന്നെ ആ സാധനം താഴെ വീണ് പൊട്ടി. അപ്പോൾ ആ ഒരു വേസ് താഴെ വീണ് പൊട്ടി. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് മാറ്ററിന് അവിടെ എന്ത് സംഭവിച്ചു, ഡിസ്ട്രക്ഷൻ സംഭവിച്ചില്ല, അത് നശിച്ചു പോയി. അപ്പോൾ ഇനി ആ ഓഫർ അവിടെ നിലനിൽക്കുകയില്ല, ആ ഓഫർ അവിടെ അവസാനിച്ചു. അങ്ങനെ ഇത്തരത്തിൽ സബ്ജക്റ്റ് മാറ്റർ നശിച്ചു പോയാലും ഡിസ്ട്രക്റ്റ് ആയാലും എന്താകും, ഒരു ഓഫർ അവിടെ അവസാനിക്കും. അപ്പോൾ ഇത്രയാണ് ഒരു ഓഫർ റിവോക്കേഷന് സംഭവിക്കുന്ന സിറ്റുവേഷൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓഫർ എന്നൊരു ഭാഗത്ത് പറയുന്നുള്ളൂ. ഇനി അക്സെപ്റ്റൻസ് എന്നൊരു ഭാഗമാണ്, അത് അടുത്തൊരു പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കോൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്